വയസ്സ് 25. കഴിഞ്ഞ 3 വർഷമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ രോഗിയാണ്. RCCയുടെ ചികിത്സാമുറികളിൽ ജീവിതം തിരിച്ചുവിളിക്കാൻ ശ്രമിക്കുകയാണ്. തന്റെ സിരകളിലൂടെ പൊള്ളുന്ന മരുന്നൊഴുക്കുമ്പോൾ അതിൽ ജീവന്റെ നക്ഷത്രങ്ങളെ തിരയുകയാണ് ഗോപാലകൃഷ്ണൻ. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി സിനിമാ പ്രദർശനവും സെമിനാറും സംഘടിപ്പിച്ചു. മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ ചുടലപ്പാറ SSC സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം നിർമ്മല ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ P. മോഹനൻ, സാംസ്കാരിക നിലയം കൺവീനർ CK വിജയൻ, കുടുംബശ്രീ സെക്രട്ടറി ബീന സുധി, ബാലസംഘം ലീഡർ ശ്യാം ശശി എന്നിവർ സംസാരിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് എക്സൈസിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മദ്യ മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളിൽ സംബന്ധിച്ചത്. ഈ വരുന്ന ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യത്തെ സംബന്ധിച്ച എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ ജനങ്ങളെ ഇക്കാര്യത്തിൽ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചുള്ളപ്പാറ സാംസ്കാരിക കോളനി SC ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്നൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായി. അതിൽ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബെൽജി ഇമ്മാനുവൽ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തു. 6ാം വാർഡ് മെമ്പർ നിർമ്മല ദിവാകരൻ അവർകളത് അതിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുകയും ചെയ്തു. എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന നിരന്തരമായ ബോധവൽക്കരണ പരിപാടികളുടെ ഒരു തുടർച്ച മാത്രമാണിത്. ഈ വരുന്ന ഓണാഘോഷത്തോടനുബന്ധിച്ച് വ്യാജമദ്യ വിൽപ്പനയോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ അക്കാര്യം എത്രയും വേഗം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും അഭ്യർത്ഥിക്കുന്നു.